വേഗം പോ. കർണിക അകത്തുണ്ട്. ദേവമയോ അവരവരുടെ വീട്ടിലോട്ട് പോയിരിക്കുക. അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട്. അവരുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. നാട്ടിലുള്ള കൂട്ടുകാർ പോരാഞ്ഞിട്ട് ഇപ്പൊ വരത്തന്മാരായിട്ടാ കൂട്ടുകെട്ട്. അതെ, നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടുട്ടോ. വാസുവേട്ടാ, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും കണ്ട. നിന്റെ ഈ വൈകിട്ടുള്ള വരവും കൂട്ടുകാരത്തുള്ള വെള്ളവടിയൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ട്. പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. ആ ഓർമ്മ വേണം വല്ലപ്പോഴും. എന്റെ പെങ്ങളാരും ഞാൻ നോക്കിക്കോളാം. അതോർത്ത് വാസുവേട്ട സങ്കടപ്പെടണ്ട. വാ, ഒന്നെല്ലാം കഴിക്കാനെടുത്ത് വെക്കാൻ നോക്ക്. ഈ കോലത്തിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും കേക്കില്ല. ഇവനൊക്കെയല്ലേ കൂട്ട്. മനയിൽ വന്നത്? മനയിലോ? ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി കേട്ടാ. ഓഹോ, എന്താ മോനെ, ഈ നാട്ടിലെ പൊതുവേ ഒരു സംസാരമുണ്ട്. പൂവരശിമനയിലെ കർണൻ കണ്ണിച്ചോറില്ലാത്തവനാണ്. അതും അറിഞ്ഞു വെച്ചോണ്ട് നീ എന്ത് ധൈര്യത്തിലാടാ നായെ എന്റെ മണ്ണിൽ കാലുകുത്തിയത്? സത്യം പറയാതെ നീ ജീവനോട് ഇവിടുന്ന് പോവില്ല. ഞാൻ എന്തിനായിട്ട് നിങ്ങളുടെ മനയിൽ കയറുന്നത്? പിന്നെ എന്നിട്ട് ഏത് തന്തക്കൊണ്ടായവനെ അവിടെ കണ്ടത്? അനുവാദമില്ലാതെ എന്റെ മണ്ണിൽ കയറി നായെ ഇനി പുറം ലോകം നീ കാണില്ല. ഞാൻ കർണിയെ കാണാമെന്ന്. വേണ്ടടാ കർണ, ഇവനെ പോലുള്ള പീറകളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട ആവശ്യമൊന്നും നിനക്കില്ലടാ. ഇതൊക്കെ നാട്ടിലിറങ്ങിയ നിന്റെ കുടുംബത്തിന് തന്നെയാടാ മാനക്കേട്. അടങ്ങടാ കർണ, എടാ പറയുന്ന കേക്ക്. ഇനി നിന്നെ ഈ പേയാവര് കണ്ടുപോരുത്. സാറ് പറഞ്ഞത് കേട്ടല്ലോ, നാളെ സ്ഥലം വിട്ടോണം. നിന്റെ ചേട്ടൻ ഇന്നലെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ അറിയുമ്പോ നീ ഇപ്പൊ കരയാണെന്ന് എനിക്കറിയാം. കരയരുത്. ദേഹത്തുള്ള മുറിവിനേക്കാൾ വേദനയാണ് നീ കരയുന്നത് കണ്ടു നിൽക്കാൻ. നിന്നോട് പറയാതെ പോകാൻ മനസ്സ് വന്നില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കർണിക. നീ എന്നെ വെറുക്കരുത്. മോളെ, ആരോട് വാശി കാണിക്കാനാ നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കിരിക്കുന്നത്? ചേട്ടന്റെയും അനിയത്തിനും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ ഞാനാ. വന്ന് എഴുന്നേറ്റ് ഈ പാലെങ്കിലും കുടിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഡാൻസ് സ്കൂളിൽ പോണം. എനിക്ക് ഇതിന്റെ അകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. അവരെ നാട്ടിൽ നിന്ന് തന്നെ പോയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്കൊട്ടും പറ്റാത്തോണ്ടാ. പ്ലീസ്.
കണ്ട ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല? എത്ര നാളാച്ചിട്ട് അവളെ ഇങ്ങനെ പുറത്തിറക്കാതിരുത്തണത്? ഇന്നലെയും കൂടിയും അവൾ എന്നോട് ഡാൻസ് സ്കൂളിൽ പോണെന്ന് കരഞ്ഞു പറഞ്ഞു. നീ ഒന്ന് സമ്മതിക്കേ കണ്ണാ. എനിക്ക് അവളുടെ കണ്ണീര് കണ്ടടങ്ങിയിരിക്കാൻ കഴിയില്ല. അച്ഛനുമില്ലാത്ത കുഞ്ഞാണ്. സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ. മനപ്രയാസം കൊണ്ട് അവൾ എന്തേലും കടുങ്കായി ചെയ്തു പോയാ ജീവിതം മുഴുവൻ നിനക്ക് മനസ്സമാധാനം കിട്ടില്ല കണ്ണാ. പറയാനല്ലേ പറ്റോ? സ്വന്തം പെങ്ങള് പാതിരാത്രി വേറൊരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റാ ഏതൊരു ആംഗലം ചെയ്യുന്നേ ഞാനും ചെയ്തുള്ളൂ. ചെയ്തത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അതിലെനിക്ക് ഒരു കുറ്റബോധമില്ല. പിന്നെ ഞാൻ കാരണം ഇവിടെ ആരും പട്ടിണി കിടക്കുകയും കടുങ്കൈ ചെയ്യൊന്നും വേണ്ട. കണ്ണാ, കണ്ണാ. അവസാനം വാസുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വാസുവേട്ട. നെഞ്ചിടുന്ന് പിടയ്ക്കുക. വാസുവേട്ടനറിയാലോ എനിക്കുള്ള എന്തിഷ്ടായിരുന്നു. ഒരു ദിവസം മുമ്പേ ഞാൻ അവളെ ഒന്ന്